പ്രിയ വിദ്യാർത്ഥികളെ, നന്മ എഡ്യൂക്കേഷൻ ഹബ്ബ് എന്ന ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നന്മ എഡ്യൂക്കേഷൻ ഹബ്ബ് എന്ന ചാനൽ നടന്നു വരുന്ന ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ 8ാമത്തെ ക്ലാസ് ആണ്. ഈ ക്ലാസ് ഒരു ട്യൂഷൻ ബേസ്ഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ആണ്. ഏത് പ്രായക്കാർക്കും അനായാസം പഠിച്ചെടുക്കാൻ സാധിക്കുന്ന തരത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ക്ലാസ്സുകളാണ്. ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബേസിക് സ്ട്രക്ചർ മുതൽ മറ്റു കാര്യങ്ങൾ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാൻ, അതുപോലെ തന്നെ അതുവഴി സംസാരിക്കാനൊക്കെ തയ്യാറാക്കുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ആണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതല്ല, നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ ആ ഗ്രൂപ്പിലും നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്, പോസ്റ്റ് ചെയ്യുന്നതാണ്. ഏതായാലും ഞാൻ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ, യു നീ, ദേ അവർ, വി നമ്മൾ. ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഞാൻ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ഐ എന്നുള്ളതാണ്. അതുപോലെ തന്നെ യു എന്ന് പറഞ്ഞാൽ നീ. പിന്നെ അവർ എന്ന് പറയാൻ എന്താ ഇംഗ്ലീഷ് പറയാ? ദേ. നമ്മൾ എന്ന് ഇംഗ്ലീഷ് പറയാൻ എന്താ പറയാ? വി. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്ന കാര്യം ക്രിയകൾ. ക്രിയകൾ എന്ന് പറഞ്ഞാൽ ചാടുക, ഓടുക, പാടുക, കളിക്കുക, മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തികളെയാണ് എന്ത് പറയുക? ക്രിയകൾ എന്ന് പറയുക. കളിക്കുക, ചാടുക, പാടുക, വരിക, പോവുക, ഈ കാര്യങ്ങൾക്ക് അതൊക്കെ ഇതുപോലെ മറ്റു പല കാര്യങ്ങളും ഉണ്ടാകും. ഇതിനൊക്കെയാണ് ക്രിയകൾ. ഈ ക്രിയകളുടെ ഇംഗ്ലീഷ് വേർഡാണ് വേർബ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കം വരുക, ഗോ പോവുക, പ്ലേ കളിക്കുക, വാക്ക് നടക്കുക, സ്ലീപ്പ് ഉറങ്ങുക, ഈ തുടങ്ങിയ കാര്യങ്ങൾക്കാണ് വേർബ്സ് എന്ന് പറയുന്നത്. ഇതുപോലുള്ള വേർബുകൾ, ഇതല്ലാത്ത ഞാൻ പറഞ്ഞതല്ലാത്ത കുറേ വേർബുകൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഈ വേർബിന്റെ കാര്യം നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ച ആളുകൾ കുറേ വേർബ്സ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെയാണ്, മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തികളെയാണ് വേർബ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ മനസ്സിലാക്കേണ്ട, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ വേർബിനും 3 ഫോം ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ അതിങ്ങനെ പറഞ്ഞും അതുപോലെ തന്നെ കേട്ടൊക്കെ മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അറിയാത്തവരാണെങ്കിൽ 1, 2, 3 പ്രാവശ്യമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ മനസ്സിലേക്ക് ഓടിയെത്തും. അപ്പൊ കമ്മിന്റെ 3 ഫോം ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കം ഒന്നാമത്തെ ഫോം, കെയിം രണ്ടാമത്തെ ഫോം, കം എന്ന് തന്നെയാണ് മൂന്നാമത്തെ ഫോം. അപ്പൊ എങ്ങനെ പറയണം? കം, കെയിം, കം. ഈ ഗോ എന്ന വേർഡ് എടുക്കുക. ഗോ എന്ന വെർബ് എടുക്കും. ഗോ എന്നതിന്റെ രണ്ടാമത്തെ ഫോം വെന്റ്, മൂന്നാമത്തെ ഫോം ഗോഡ്. അപ്പം ഗോ, വെന്റ്, ഗോഡ്. ഇനി പ്ലേ എന്നെടുക്കുക. കളിക്കുക എന്നുള്ള പ്ലേന്റെ രണ്ടാമത്തെ ഫോം പ്ലേഡ്, മൂന്നാമത്തെ ഫോം പ്ലേഡ്. വാക്ക് എന്ന വേർഡ് എടുക്കുക. വാക്കിന്റെ വാക്ക്, വാക്ഡ്, വാക്ഡ്. അപ്പൊ നമ്മൾ ഇതെങ്ങനെ പഠിച്ചെടുക്കാന്ന് വെച്ചാൽ 2, 3 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാകും. എങ്ങനെ പറയാം? കം, കെയിം, കം, ഗോ, വെന്റ്, ഗോഡ്, പ്ലേ, പ്ലേഡ്, പ്ലേഡ്, വാക്ക്, വാക്ക്. ഞാനിപ്പോൾ എക്സാമ്പിൾ മാത്രമേ പറയുന്നുള്ളൂ, കുറച്ച് വേർഡ്സിന്റെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡുകളുടെ V1, V2, V3 ഒക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ സെന്റൻസ് ഏത് രൂപത്തിൽ ക്രിയേറ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വന്നിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്, പാടിയിട്ടുണ്ട്, ഉറങ്ങിയിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ബിഫോർ, ഇപ്പൊ നടക്കുന്ന കുറച്ച് മുമ്പ് നടന്ന കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ പഠിച്ചിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്, ഇതിനൊക്കെ നമ്മൾ വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇവിടെ പറയാണ്, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ വന്നിട്ടുണ്ട് എന്നെങ്കിലും എങ്ങനെ ഇംഗ്ലീഷ് പറയും? ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, ഐ വന്നു കഴിഞ്ഞാൽ ഹാവ് യൂസ് ചെയ്യുക. അപ്പൊ ഐ ഹാവ് കം. ഇവിടെ വെർബ് യൂസ് ചെയ്യുന്നത് മൂന്നാമത്തെ ഫോമാണ്. അപ്പൊ കമ്മിന്റെ കമ്മ് തന്നെ ആയതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ പറയുന്നത്. മലയാള അർത്ഥത്തിലേക്ക് ശ്രദ്ധിക്കുക. ഐ ഹാവ് കം, ഞാൻ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വന്നിട്ടില്ല എങ്ങനെ ഇംഗ്ലീഷ് പറയും? ഐ ഹാവ് നോട്ട് കം, ഞാൻ വന്നിട്ടില്ല. ഈ ഐ ഹാവ് നോട്ട് കം എന്നുള്ള ഷോർട്ട് ആക്കി പറയുന്നതാണ് ഐ ഹാവിന്റ് കം.
ഞാൻ വന്നിട്ടില്ല. ഇനി ഒരാളോട് ചോദിക്കണം നീ വന്നിട്ടുണ്ടോ, അപ്പോൾ ഹാവ് മുന്നോട്ട് എടുക്കുക. ഹാവ് യു കം, നീ വന്നിട്ടുണ്ടോ. ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ അവർ വന്നിട്ടുണ്ട് എന്നെങ്ങനെ ഇംഗ്ലീഷ് പറയും? അവർ എന്നുള്ളതിന് ഇംഗ്ലീഷ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ദേ ഹാവ് കം, അവർ വന്നിട്ടുണ്ട്. ഇനി അവർ വന്നിട്ടില്ല എന്നെങ്ങനെ ഇംഗ്ലീഷ് പറയും? ദേ ഹാവ് നോട്ട് കം, ദേ ഹാവിൻറ്റ് കം, അവർ വന്നിട്ടില്ല. അവർ വന്നിട്ടുണ്ടോ എന്ന് ചോദ്യം ചോദിക്കണം. ഹാവ് മുന്നോട്ട് കൊണ്ടുവരിക. ഹാവ് ദേ കം, അവർ വന്നിട്ടുണ്ടോ. അങ്ങനെ സിമ്പിളാക്കി സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വന്നിട്ടുണ്ട് എന്നെങ്ങനെ ഇംഗ്ലീഷ് പറയും? വി ഹാവ് കം, നമ്മൾ വന്നിട്ടുണ്ട്. വി ഹാവിൻറ്റ് കം, നമ്മൾ വന്നിട്ടില്ല. ഹാവ് വി കം, നമ്മൾ വന്നിട്ടുണ്ടോ. ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യം ഓരോ വേർബുകൾ, ഇപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത വേർബ് കം ആണ്. അതിന്റെ ഇംഗ്ലീഷും അതിന്റെ മലയാളവും പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഈ സെന്റൻസ് വേർബുകൾ മാറ്റി മാറ്റി പല വേർബുകളും യൂസ് ചെയ്തുകൊണ്ട് ഈ ഇത്രയും കാര്യങ്ങളൊന്ന് എഴുതി നോക്കുക. അതുപോലെ തന്നെ പറഞ്ഞു നോക്കുക. എഴുതാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മനസ്സിൽ ഇങ്ങനെ ഓരോ വേർബ് എടുക്കുക, ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് എന്താ പറഞ്ഞു നോക്കേണ്ടെന്നുള്ള കാര്യം ഞാൻ പറയാം. അപ്പൊ ഗോ എടുക്കുക. ഗോ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? പോവുക. അതിന്റെ മൂന്നാമത്തെ ഫോം എടുക്കുക. അപ്പോൾ ഗോ, വെന്റ്, ഗോൺ. ഗോൺ എന്നുള്ളതാണ് മൂന്നാമത്തെ ഫോം. അപ്പൊ ഞാൻ പോയിട്ടുണ്ട്, അവർ പോയിട്ടുണ്ട്, നമ്മൾ പോയിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ പറയണം. അപ്പൊ എങ്ങനെ പറയാം? ഐ ഹാവ് ഗോൺ, ഞാൻ പോയിട്ടുണ്ട്. ഐ ഹാവിൻറ്റ് ഗോൺ, ഞാൻ പോയിട്ടില്ല. ഹാവ് യു ഗോൺ, നീ പോയിട്ടുണ്ടോ? ദേ ഹാവ് ഗോൺ, അവർ പോയിട്ടുണ്ട്. ദേ ഹാവിൻറ്റ് ഗോൺ, അവർ പോയിട്ടില്ല. ഹാവ് ദേ ഗോൺ, അവർ പോയിട്ടുണ്ടോ? വി ഹാവ് ഗോൺ, നമ്മൾ പോയിട്ടുണ്ട്. വി ഹാവിൻറ്റ് ഗോൺ, നമ്മൾ പോയിട്ടില്ല. ഹാവ് വി ഗോൺ, നമ്മൾ പോയിട്ടുണ്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടതും പറയേണ്ടതും. അപ്പോൾ ഇവിടെ ഗോ എന്നാണ് ഉപയോഗിച്ചത്, ഗോണാണ് ഉപയോഗിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇനി അടുത്ത വേർബ്, വേറെ ഏതെങ്കിലും വേർബ് സെലക്ട് ചെയ്യുക. അപ്പൊ അതുപോലെ എത്ര വേർബ് നിങ്ങൾക്ക് ചെയ്യാൻ അങ്ങനെ മാറ്റി മാറ്റി ചെയ്യുക. അതുപോലെ തന്നെ മനസ്സിൽ പറഞ്ഞു നോക്കുക. അതേപോലെ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു നോക്കി എത്രത്തോളം നിങ്ങൾ ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ മലയാളം ചിന്തിക്കുന്ന സമയത്ത് തന്നെ ഇംഗ്ലീഷ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തണമെങ്കിൽ ഈ സ്ട്രക്ചർ ബേസ് നല്ല രീതിയിൽ ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇനി ഒരു എക്സാമ്പിളും കൂടി ഞാൻ പറയുകയാണ്. എന്താണ് നിങ്ങൾ പറയേണ്ടത് എന്നുള്ള കാര്യമാണ്. പ്ലേ എടുക്കുക. പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക. അപ്പൊ പ്ലേന്റെ മൂന്നാമത്തെ ഫോം പ്ലേഡ്. ഐ ഹാവ് പ്ലേഡ്, ഞാൻ കളിച്ചിട്ടുണ്ട്. ഐ ഹാവിൻറ്റ് പ്ലേഡ്, ഞാൻ കളിച്ചിട്ടില്ല. ഹാവ് യു പ്ലേഡ്, നീ കളിച്ചിട്ടുണ്ടോ? ദേ ഹാവ് പ്ലേഡ്, അവർ കളിച്ചിട്ടുണ്ട്. ദേ ഹാവിൻറ്റ് പ്ലേഡ്, അവർ കളിച്ചിട്ടില്ല. ഹാവ് ദേ പ്ലേഡ്, അവർ കളിച്ചിട്ടുണ്ടോ? വി ഹാവ് പ്ലേഡ്, നമ്മൾ കളിച്ചിട്ടുണ്ട്. വി ഹാവ് നോട്ട് പ്ലേഡ്, വി ഹാവിൻറ്റ് പ്ലേഡ്, നമ്മൾ കളിച്ചിട്ടില്ല. ഹാവ് വി പ്ലേഡ്, നമ്മൾ കളിച്ചിട്ടുണ്ടോ. അപ്പൊ അത് ഞാൻ സ്പീഡിൽ പറഞ്ഞ ഇതുപോലെ സ്പീഡാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഓൺലൈനിലൊക്കെ കാണുന്ന സമയത്ത് ഇംഗ്ലീഷ് നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് പഠിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു സെന്റൻസോ രണ്ട് സെന്റൻസോ ജസ്റ്റ് ഒരു ക്രിയേഷൻ മാത്രമേ അതിൽ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അതിന് തുടർച്ച ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ പിന്നെ അതിനുശേഷം ഓൺലൈനായിട്ട് നമ്മൾ ഫീസ് അടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ സ്ട്രക്ചർ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഈ ക്ലാസ്സിൽ സൗജന്യമായിട്ട് ഇതിന്റെ ബേസ് മുതൽ ഒരു സ്ട്രക്ചർ ആയിട്ടുള്ള ഗ്രാമറിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാതെ സംസാരിക്കാൻ തയ്യാറാക്കുന്ന തരത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ക്ലാസ്സുകളാണ്. അതുകൊണ്ട് നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.